ഹായ് ഗായ്സ്, ഇന്നൊരു റോഡ് ട്രിപ്പിന് പോവാണ് ഞാനും എൻ്റെ 2 ബെസ്റ്റ് ഫ്രണ്ട്സും കൂടെ. അപ്പോൾ ഞങ്ങൾ പോകുന്നത് കാൽഗറിയിൽ പോകുന്നുണ്ട്, ലേക്ക് ലൂയിസിൽ പോകുന്നുണ്ട്, ജാസ്പറിൽ പോകുന്നുണ്ട്. ജാസ്പറിലെത്തിയിട്ട് ഗിഫ്റ്റി എന്ന് പറഞ്ഞ ബെസ്റ്റ് ഫ്രണ്ടിനെ കാണും. അങ്ങനെയൊക്കെയാണ് ഞങ്ങൾ റോഡ് ട്രിപ്പ് പ്ലാൻ ചെയ്തേക്കുന്നത്. എങ്ങനെയാണെന്ന് വെച്ചാൽ പെട്ടിട്ടില്ല കഥമെല്ലാം കേൾക്കണം. ആദ്യത്തെ ഡെസ്റ്റിനേഷൻ റോസ് ടൗൺ ആണ്. പെട്രോൾ അടിക്കണം ഞങ്ങൾക്ക്. അങ്ങനെ പെട്രോൾ അടിക്കാൻ വേണ്ടി റോസ് ടൗണിലോട്ട് പോവാം. അങ്ങനെ വഴി വെച്ചൊരു കൊതുക് കയറിയിട്ട് അതിനെ അടിച്ചു കൊല്ലുന്ന സീൻസാണ്. ഡ്രൈവ് ചെയ്തെത്തിയത് ഞങ്ങൾ കാൽഗറിയിലോട്ടാണ്. കാൽഗറിയിലെ നോസ് ഹിൽ പാർക്ക് എന്ന് പറഞ്ഞൊരു സ്ഥലത്തോട്ടാണ് നമ്മൾ പോകുന്നത്. അരുൺ മൈക്കിളുടെ തീരുമാനമായിരുന്നു നമ്മൾ ഈ സ്ഥലത്തോട്ട് കൊണ്ടുപോകണമെന്ന്. അപ്പം സൂര്യൻ ഉദിക്കുന്നത് കാണാം എന്നൊക്കെ പറഞ്ഞാണ് ഞങ്ങളെ കൊണ്ടുപോയത്. പക്ഷെ ഓൾറെഡി സൂര്യനൊക്കെ ഉദിച്ചു കഴിഞ്ഞു. എന്തായാലും നമ്മൾ നടക്കാമെന്ന് വിചാരിച്ച് കുറച്ച് നടന്നു കഴിഞ്ഞ് ഞങ്ങളത് കഴിഞ്ഞ് ഒരു സ്ഥലത്തോട്ട് ചായ കുടിക്കാൻ വേണ്ടി പോയി. ടീം ഹോട്ടൽസിൽ ചായയൊക്കെ കുടിച്ച് ഞങ്ങൾക്ക് വീണ്ടും പെട്രോൾ അടിക്കാനുണ്ടായിരുന്നു. അപ്പോൾ ആ ഗ്യാപ്പിൽ ഞങ്ങൾ പെട്രോൾ അടിക്കുന്നതിൻ്റെ പൈസ കൊടുക്കുന്നതിൻ്റെ ഗ്യാപ്പിൽ ഐശ്വര്യ കൊണ്ട് വണ്ടി ഫുള്ള് ക്ലീൻ. ജസ്റ്റ് ടു ലെറ്റ് യു നോ, ഞാൻ ഈ ട്രിപ്പ് പോയത് കഴിഞ്ഞ ഓഗസ്റ്റിൽ എന്തോ ആയിരുന്നു. ആൻഡ് വ്ളോഗ് എഡിറ്റ് ചെയ്ത് പെർഫെക്ഷൻ നോക്കി ടൈം എടുത്ത് ഞാൻ നാട്ടിൽ പോയി കഴിഞ്ഞപ്പോഴാണ് എഡിറ്റിംഗ് തീർന്നത്. എനിക്ക് തോന്നുന്നു ഓൾമോസ്റ്റ് ഒരു 7 to 8 months എടുത്തു സംഭവം എഡിറ്റ് ചെയ്യാൻ. എൻ്റെ ഇടയ്ക്ക് കുറച്ച് ഗ്യാപ്പും കാര്യങ്ങളൊക്കെ വന്നു. അപ്പോൾ അത് ഡ്രാഫ്റ്റിൽ തന്നെ കിടക്കുമായിരുന്നു. ഞാൻ എഡിറ്റ് ചെയ്ത് എനിക്ക് ഇപ്പോഴാണ് അപ്ലോഡ് ചെയ്യാനായിട്ട് ഒരു നല്ലൊരു സമയം കിട്ടിയത്. ഓൺലൈൻ വഴിയാണോ? So first destination ആയിരുന്നു കാൽഗറി സൂ. ടിക്കറ്റ് പ്രൈസ് ഫോർ 1 person was $47 to $50 including tax. ആദ്യം തന്നെ പെൻക്വിൻ്റെ ഏരിയയിലോട്ടാണ് നമ്മൾ പോയത്. എൻ്റെ എക്സ്പെക്റ്റേഷൻ ഉണ്ടായിരുന്ന പെൻക്വിൻ ഇതല്ലായിരുന്നു. എന്നാലും ഹാപ്പിയായി ഞാൻ. പക്ഷേ നമ്മൾ അകത്തോട്ട് പോയപ്പോഴാണ് നമുക്ക് ശരിക്കും തണുപ്പത്ത് ജീവിക്കുന്ന പെൻക്വിൻസിനെ കാണാൻ പറ്റിയത്. അത്യാവശ്യം വലിയ സൂ ആണെന്നാണ് കേട്ടിരിക്കുന്നത്. അപ്പം പെൻഗ്വിൻ കഴിഞ്ഞ് ഞങ്ങൾ അടുത്തടുത്ത സംഭവങ്ങളെ കാണാൻ പോവാണ്. എവിടം വരെ എത്തും നോക്കാലോ. അടുത്തതായി പോളാർ ബെയറിനെ കാണാൻ പറ്റി. എൻ്റെ ബക്കറ്റ് ലിസ്റ്റിൽ ഉള്ളൊരു സംഭവമായിരുന്നു പോളാർ ബെയറിനെ നേരിട്ട് കണ്ടെന്ന്. അങ്ങനെ അതിനെ നേരിട്ട് കണ്ടു. കുറച്ച് നേരം ഞങ്ങൾ പോളാർ ബെയറിനൊക്കെ കണ്ട് ചുറ്റി നിന്നു. അത് കഴിഞ്ഞിട്ട് ഞാൻ ഇവിടുത്തെ ഒരു സ്റ്റോറിൽ നിന്ന് ഒരു കീച്ചെയിനൊക്കെ വാങ്ങിച്ചു. അത്യാവശ്യം ക്യൂട്ടൊരു കീച്ചെയിൻ. അത് മാത്രമല്ല പല ഹാബിറ്റാറ്റിലുള്ള ആനിമൽസിനെ അവർ കൊണ്ടുവയ്ക്കുകയും അവിടെ ആ ഹാബിറ്റാറ്റ് ക്രിയേറ്റ് ചെയ്യുകയും ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു ഈ സൂ. അങ്ങനെ നമുക്ക് സ്നേക്കിനെ കാണാൻ അല്ല, ഇത് വൈപ്പറ. കഴിഞ്ഞ് തൽക്കാലം ഇപ്പൊ ഫ്ലമിംഗോനെ കാണും. ഇവിടെ ഒരു ബട്ടർഫ്ലൈ പാർക്ക് ഉണ്ടായിരുന്നു. അതാണ് ഇവിടുത്തെ മെയിൻ ഹൈലൈറ്റ്. അകത്ത് ഫുള്ള് ഒരു ട്രോപ്പിക്കൽ വൈബിലാണ് അവർ സെറ്റപ്പ് ചെയ്തേക്കുന്നത്. നമ്മുടെ നാട്ടിലെ വാഴയും നമ്മുടെ നാട്ടിലെ കുറേ ചെടികളൊക്കെ കണ്ടപ്പോൾ തന്നെ മൈൻഡ് ഒന്ന് റിലാക്സ്ഡ് ആയി. നാട്ടിൽ പോയൊരു വൈബാണ് ഈ ഒരു സ്ഥലത്ത് കയറിയപ്പോൾ നമുക്ക് കിട്ടിയത്. അത്യാവശ്യം എഫേർട്ട് എടുത്ത് തന്നെ ചെയ്തതാണ് ഈ ഒരു ബട്ടർഫ്ലൈ പാർക്ക്. അതുകൊണ്ട് തന്നെ കുറേ നേരം ഇതിൽ തന്നെ ഞങ്ങൾ കറങ്ങി നിന്നു. വിശപ്പ് മാടി വിളിക്കുന്നതുകൊണ്ട് ഞങ്ങൾ ആദ്യം തന്നെ പോയി ചട്ടിച്ചോറ് ഓർഡർ ചെയ്തു. അത്യാവശ്യം ക്വാണ്ടിറ്റി ഉണ്ടായിരുന്നു കഴിക്കാനായിട്ട്. പിന്നെ സാസ്കറ്റൂണിൽ ഞങ്ങൾക്ക് ഇത്ര നല്ല റെസ്റ്റോറൻറ്റ്സ് ഇല്ലാത്തതുകൊണ്ടാണ് ഞങ്ങൾ കാൽഗറി വന്ന് ഫുഡ് അടിക്കാമെന്ന് വിചാരിച്ചത്. ഇനി വാ തുറക്കുമെന്ന് പറ. പോകുന്ന വഴിക്ക് ബോർ അടിക്കാതിരിക്കാൻ അരുൺ മൈക്കിളും ഐഷുവും സ്റ്റോറീസൊക്കെ പറഞ്ഞു തുടങ്ങി. അങ്ങനെ ഓൺ ദ വേ ആയി. ഐഷു കുറച്ച് കഴിഞ്ഞപ്പോൾ ഉറങ്ങിപ്പോയി. ഐഷുവിനെ എണ്ണിപ്പിച്ചിട്ട് ഈ മൗണ്ടൻസ് ഒക്കെ ഞങ്ങൾ കാണിച്ചു കൊടുത്തു. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ആദ്യം പോകുന്നത് ജോൺസൺ കാന്യൺ നാഷണൽ പാർക്കിലോട്ടാണ്.
അങ്ങനെ ഞാൻ ഓൾറെഡി പോയോണ്ട് ഞാൻ റെസ്റ്റ് എടുക്കാമെന്ന് വിചാരിച്ചു. ഞങ്ങളുടെ അടുത്ത ഡെസ്റ്റിനേഷൻ ആയിരുന്നു ലേക്ക് ലൂയിസ്. ലേക്ക് ലൂയിസിൽ കയറാൻ പറ്റുമെന്ന് നമുക്ക് സംശയമായിരുന്നു. കാരണം ഞങ്ങൾ പോയതൊരു വീക്കെൻഡിലാണ്. അപ്പം അത്യാവശ്യം തിരക്കുണ്ടായിരുന്നു. ലേക്ക് ലൂയിസിൽ പോകുമ്പോൾ ഉറപ്പായിട്ടും ചെയ്യണമെന്ന് വിചാരിച്ചൊരു ആക്ടിവിറ്റി തന്നെയായിരുന്നു കനോയിങ്. 3 പേർക്കും കൂടെ 165 പ്ലസ് ടാക്സ് ആണ് 1 മണിക്കൂറിന് വന്നത്. ട്രിപ്പ് തുടങ്ങിയപ്പോൾ തൊട്ടുള്ള എൻ്റെ ആഗ്രഹമായിരുന്നു ഒരു ഗ്രിസ്ലി ബെയറിനെ കാണുന്നത്. അങ്ങനെ ഒരു ഗ്രിസ്ലി ബെയറിനെ കണ്ടു, സന്തോഷമായി. ഞങ്ങളുടെ കനോയിങ് ഒക്കെ കഴിഞ്ഞപ്പോഴേക്കും അത്യാവശ്യം മൂടലായി, മഴയായി തുടങ്ങി. അങ്ങനെ ഞങ്ങളത് കഴിഞ്ഞ് ജാസ്പറിലോട്ട് പോവാണ്. ജാസ്പറിലോട്ടുള്ള ഡ്രൈവിംഗ് ഫുള്ള് ഞാൻ ഏറ്റെടുത്തു. ബിക്കോസ് ആ വഴി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ജാസ്പറിൽ പോയവരാണെങ്കിൽ അറിയാൻ പറ്റും, അവിടുത്തെ വഴിയൊക്കെ ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ്. അത് മാത്രമല്ല നിർത്തി നിർത്തി ഫോട്ടോ എടുക്കാനായിട്ട് ഒത്തിരി സ്പോട്ട്സ് ഉണ്ട്. ജാസ്പറിന്റെ ഏറ്റവും വലിയ ബ്യൂട്ടി എന്ന് പറയുന്നത് തന്നെ പല ലാൻഡ്സ്കേപ്സ് ആണ്. ഒരു സ്ഥലത്ത് ഇപ്പോൾ മൗണ്ടൻ ആണെങ്കിൽ മറ്റൊരു സ്ഥലത്ത് ഒരു റിവറിന്റെ ഏരിയ ആയിരിക്കും. അങ്ങനെ പല പല ലാൻഡ്സ്കേപ്സും കണ്ട് ഓൺ ദ വേ പോവാണ്. പക്ഷേ ഞാൻ ധൃതി പിടിപ്പിക്കുന്നുണ്ടായിരുന്നു ഗിഫ്റ്റിയുടെ വീട്ടിൽ രാത്രിക്ക് മുന്നായിട്ട് എത്താനായിട്ട്. പക്ഷെ അതൊന്നും കേൾക്കാതെ എൻ്റെ 2 കൂട്ടുകാരും വളരെ മനോഹരമായി എല്ലായിടത്തും നിർത്തി ലേറ്റായിട്ടാണ് പോയത്. അതുകൊണ്ട് തന്നെ സ്ഥലം എൻജോയ് ചെയ്യാൻ പറ്റി. കാരണം ഈ വീഡിയോ എഡിറ്റ് ചെയ്യുന്ന ടൈമിൽ ജാസ്പറിൻ്റെ ഈ രൂപം തന്നെയാണോ എന്ന് എനിക്കറിയില്ല. ജാസ്പർ ഞങ്ങൾ പോയ അടുത്ത ദിവസം ആയപ്പോഴാണ് വൈൽഡ് ഫയറൊക്കെ വന്ന് സംഭവം, പിന്നെ ടൂറിസമൊക്കെ ക്ലോസ് ചെയ്തത്. അതുകൊണ്ട് എൻജോയ് ചെയ്തത് കാര്യമായി. രാത്രി ആയപ്പോഴേക്കും ഞങ്ങൾ ഗിഫ്റ്റിയുടെ വീട്ടിലെത്തി. ഗിഫ്റ്റ് ഞങ്ങൾക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്ത ഫുഡിന് വേണ്ടിയായിരുന്നു ഞാൻ ഏറ്റവും വെയിറ്റ് ചെയ്തത്. കാരണം ഗിഫ്റ്റിയുടെ ഫുഡിനെ പറ്റി ഞാൻ ഒത്തിരി കേട്ടിട്ടുണ്ട്. അങ്ങനെ ഗിഫ്റ്റിയുടെ ചിക്കൻ ഫ്രൈയും നെയ്ച്ചോറും പപ്പടവും എല്ലാം കഴിച്ച് ഞങ്ങൾ എൻ്റെ ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യാനായിട്ട് ഗിഫ്റ്റ് സർപ്രൈസ് തന്നു. അങ്ങനെ എൻ്റെ ബർത്ത്ഡേയും ഗിഫ്റ്റിയുടെ ബർത്ത്ഡേയും ഓൾമോസ്റ്റ് അടുത്തടുത്തായതുകൊണ്ട് ഞങ്ങളുടെ ബർത്ത്ഡേസ് 2 സെലിബ്രേറ്റ് ചെയ്തു. അടുത്ത ദിവസം രാവിലെ എണീറ്റ് നമ്മുടെ മെയിൻ പരിപാടി എന്ന് പറയുമ്പോൾ ജാസ്പർ എക്സ്പ്ലോർ ചെയ്യാണ്. അതിനു മുമ്പേ കാറൊന്ന് വാഷ് ചെയ്യാൻ കൊടുക്കണം എന്നല്ല, വാഷ് ചെയ്യണം. കാർ വാഷ് ആകെ ഒരെണ്ണമുള്ളായിരുന്നു ജാസ്പറിൽ. ഓൾമോസ്റ്റ് $30 ഞങ്ങൾ എൻജോയ് ചെയ്ത് വാഷ് ചെയ്തുകൊണ്ട്. അത് കഴിഞ്ഞ് ഞങ്ങൾ പോകുന്നത് ലേക്ക് എഡിറ്റിലോട്ടാണ്. അത്യാവശ്യം സ്വിം ചെയ്യാൻ പറ്റും എന്നൊക്കെ പറഞ്ഞാണ് നമ്മൾ അങ്ങോട്ട് പോകുന്നത്. പക്ഷെ അടിപൊളി ഡെസ്റ്റിനേഷൻ ആയിരുന്നു. ഞാൻ മെൻഷൻ ചെയ്ത പോലെ ഞാൻ ഈ വീഡിയോ എഡിറ്റ് ചെയ്യുമ്പോൾ ജാസ്പർ എന്ന് പറഞ്ഞ ഈ ഒരു സ്ഥലത്തിൻ്റെ ലാൻഡ്സ്കേപ്പ് ഇതേപോലെ തന്നെയാണോ എന്ന് എനിക്ക് സംശയമുണ്ട്. കാരണം വൈൽഡ് ഫയറൊക്കെ വന്ന് ഇനി ഇതൊക്കെ റിന്യൂ ചെയ്തെടുക്കാൻ അത്യാവശ്യം സമയമെടുക്കും, മരങ്ങളും കാര്യങ്ങളൊക്കെ. എന്നാലും നിങ്ങൾ ആരെങ്കിലും ജാസ്പറിൽ പോവുകയാണെങ്കിൽ ലേക്ക് എഡിറ്റും അനറ്റും മിസ് ചെയ്യരുത്. കാരണം ഇവിടെ ഇറങ്ങാനൊക്കെ പറ്റും. അത്യാവശ്യം ഒരു പ്രൈവറ്റ് സ്പേസൊക്കെ നമുക്ക് തന്നെ കിട്ടും. അങ്ങനെ ഇവിടെ ഞങ്ങൾ കുറച്ച് നേരം ഒരു 1 hour നമ്മൾ ഇവിടെ വെള്ളത്തിൽ കളിച്ചിരുന്നു. വീഡിയോ എടുക്കാൻ ഒരു ആരോഗ്യമില്ലായിരുന്നു. അത് കഴിഞ്ഞപ്പോഴേക്കും ഞങ്ങളൊരു ഹൈക്കിംഗ് സ്ഥലത്ത് പോയി എഡ്മണ്ടണിൽ വന്ന് ഫുഡ് കഴിച്ചു, തിരിച്ചു പോയി. ഓൺ ദ വേ പോയപ്പോഴൊക്കെ മിസ്റ്റും കാര്യങ്ങളൊക്കെ ആയിരുന്നു. നമ്മൾ ഓൾമോസ്റ്റ് നല്ല രീതിയിൽ ക്ഷീണിച്ചിരിക്കുമായിരുന്നു. അപ്പം ഇതോടെ വീഡിയോ എന്ത് ചെയ്യുവാണ്. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്.